നമസ്കാരം. പുരാണത്തിൽ പലതരം മദ്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. യവം വാറ്റിയ സുര താണവർഗ്ഗക്കാരെ കഴിക്കാറുള്ളൂ. എന്നാൽ രാജാക്കന്മാർക്ക് ചേർന്ന ഒരു മുന്തിയ തരം മദ്യമുണ്ട്. മധുകപ്പൂക്കളിൽ നിന്നും വാറ്റിയ മുന്തിയ മദ്യം. ശത്രുവായിരുന്നിട്ടും ഒറ്റപ്പന്നിയെ കുന്തം കൊണ്ട് വീഴ്ത്തിയ ഭീമന് ദുര്യോധനൻ രഹസ്യമായി പകർന്നു നൽകിയത് മധുകപ്പൂക്കളിൽ നിന്നും വാറ്റിയ മദ്യമായിരുന്നു. പൂക്കളുടെ കരിഞ്ഞ ഗന്ധമാണതിന്. ഇന്ദിരാ, നിനക്ക് ഞങ്ങൾ തോൽക്കുടത്തിൽ മദ്യം തരാമെന്ന് പറഞ്ഞുകൊണ്ട് മദ്യം നേദിച്ചാണ് തോട നായകന്മാർ മഴ പെയ്യിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ സംസ്കാരത്തിൻ്റെയും ജീവിത രീതിയുടെയും അവിഭാജ്യ ഘടകമായിരുന്നു റഷ്യൻ വോഡ്ക. വെള്ളവും എഥനോളും അടങ്ങിയ ഈ മദ്യം അവിടുത്തെ തണുപ്പേറിയ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ ജനങ്ങളെ സഹായിച്ചു. ധാന്യങ്ങളിൽ നിന്നും ഉരുളക്കിഴങ്ങിൽ നിന്നും വാറ്റിയെടുത്തതാണ് ഇത്. പരമ്പരാഗതമായിട്ടാണ് ഇവ നിർമ്മിച്ചിരുന്നത്. പാശ്ചാത്യരുടെ മദ്യപാന രീതിയല്ല റഷ്യക്കാർക്ക്. സാവധാനം രുചിച്ചിറക്കുന്നതിന് പകരം ചെറിയ ഗ്ലാസുകളിൽ പെട്ടെന്ന് ഒറ്റയടിക്ക് കുടിക്കുന്നതാണ് റഷ്യൻ രീതി. റഷ്യൻ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളും ഒതുക്കത്തിൽ രണ്ടെണ്ണം അടിക്കുന്നവരാണ്. ഏതടിക്കാത്ത ഉന്നതനായ സഖാവിൻ്റെ നേർക്കും ഒരു വിദേശ നിർമ്മിത ബോട്ടിൽ എടുത്തു വെച്ചിട്ട് ഇത് പൈൽസിന് ബെസ്റ്റാണെന്ന് പറഞ്ഞു നോക്കൂ, കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ രണ്ടെണ്ണം ഒതുക്കത്തിൽ കീറും. പക്ഷേ കൊള്ളാവുന്ന മുതലാളിമാർ ആരെങ്കിലും ഒഴിച്ചു കൊടുക്കണം എന്ന് മാത്രം. പഴങ്ങളിൽ നിന്നും വാറ്റിയെടുക്കുന്ന മദ്യത്തോട് പണ്ടേ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രിയമാണ്. വാറ്റുചാരായത്തോടായിരുന്നു ഏറെ പഥ്യം. പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പഴങ്ങളിൽ നിന്നും മദ്യം ഉൽപ്പാദിപ്പിക്കാനാണ് ഞങ്ങളുടെ ഭരണകാലത്ത് ആലോചിച്ചത് എന്നാണ് CPMൻ്റെ വിശദീകരണം വന്നിരിക്കുന്നത്. ഗോവിന്ദൻ്റെ കാലത്ത് പഴത്തിൽ നിന്ന് മാത്രമല്ല അപ്പത്തിൽ നിന്ന് വരെ മദ്യം ഉണ്ടാക്കാൻ ആലോചിച്ചിരുന്നു. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകാനാണ് LDF സർക്കാരിൻ്റെ കാലത്ത് ആലോചിച്ചതെന്ന് CPMൻ്റെ വിശദീകരണം വന്നു. എന്നാൽ അത് തെറ്റാണെന്ന് രേഖ പുറത്തു വന്നിരിക്കുന്നു. ഈതയിൽ ആൽക്കഹോളിൻ്റെ സാന്നിധ്യമുള്ളതും പഴങ്ങളുടെ അംശമില്ലാത്തതുമായ മദ്യം കേരളത്തിൽ വിൽക്കാനുള്ള അപേക്ഷയാണ് ബെക്കാഡി തുടങ്ങിയ കമ്പനികൾ സർക്കാരിന് സമർപ്പിച്ചിരുന്നത്. കേരളത്തിലേക്ക് സ്പിരിറ്റ് ഇറക്കുമതി ചെയ്ത് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുൻ സർക്കാർ അതിന് അനുമതി നൽകിയതും. ബെക്കാഡി ഫ്രീസറിൽ 4.8%, ബെക്കാഡി പ്ലസിൽ 8%വുമാണ് ഈതയിൽ ആൽക്കഹോളിൻ്റെ സാന്നിധ്യം. ഇത് ബെക്കാഡി കമ്പനി അപേക്ഷയിൽ വ്യക്തമാക്കി കാണിച്ചിട്ടുമുണ്ട്. ഇതിൽ പഴമല്ല ഗോവിന്ദ, പഴവർഗ്ഗങ്ങളുടെ ഫ്ലേവറാണ് ചേർക്കുന്നത്. ഇതെല്ലാം ആരോപണമാണ്. എത്ര കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞുതരാം, എത്ര കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. പഴമെന്താ പഴത്തൊലി എന്താ എന്ന് തിരിച്ചറിയാത്ത ഗോവിന്ദനോടും MP രാജേഷിനോടും ഇത് വല്ലതും പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? വീര്യം കുറവായ മദ്യമുണ്ടാക്കിയാൽ പിള്ളേര് വാങ്ങി മടമട കുടിക്കുമെന്ന് 2018 എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് സർക്കാരിനെ അറിയിച്ചിരുന്നതാണ്. മുഖത്തിൻ്റെ മുക്കാൽ പങ്ക് മീശയുള്ള ഋഷിരാജ് പറഞ്ഞിട്ടും അതും അവഗണിച്ചാണ് അനുമതി നൽകാനുള്ള നടപടികളുമായി രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് പോയത്. ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങിയെന്നറിയോ? അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 20. 6 മാസത്തിനകം ഇപ്പം എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയാണ്. ആദ്യത്തെ നോട്ടാണ് പറയാൻ ബർക്കാഡി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഖണ്ഡികയിൽ പറഞ്ഞതു പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ഗോവിന്ദൻ്റെയും രാജേഷിൻ്റെയും കാലത്ത് പാൽ മണക്കുന്നു, പഴം മണക്കുന്നു എന്ന് പാടി നടന്നവർ ഇപ്പോൾ പറയുന്നത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നത് ഭയങ്കര അപകടമാണെന്നാണ്. ആരാണ് ബർക്കാഡി കമ്പനിയായിട്ട് സംസാരിച്ചത്? ബക്കാഡി. രണ്ടാമത്തെ ആരോപണം എന്താ? രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ ഇപ്പോഴും പറഞ്ഞു യുവതലമുറയെ മുഴുവൻ നശിപ്പിച്ചു കളയും, യുവതലമുറ ഇല്ലാതാവും. ഐറ്റം 25 ഇത് LDF സർക്കാരിന്റെ ഉദയഭാനു കമ്മീഷന്റെ ശുപാർശയിൽ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അന്നെടുത്ത തീരുമാനമോ? അയ്യോ, അത് ഞങ്ങൾ ഞാവൽപ്പഴം, പൂവമ്പഴം, കശുമാങ്ങ എന്നിവയിൽ നിന്നും മദ്യം വാറ്റാനുള്ള പരിപാടിയായിരുന്നു. ഈ ഗോവിന്ദൻ്റെയും രാജേഷിൻ്റെയും ഒക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ പഴന്തീനി വവ്വാലുകൾ പോലും ഊറിച്ചിരിക്കുകയാണ്. പിണറായി സർക്കാർ നാട് ഭരിച്ചത് തന്നെ നാട്ടുകാരെ നന്നാക്കാനും പിള്ളേരെ നേർവഴിക്ക് നടത്താനുമായിരുന്നല്ലോ. മദ്യത്തിനെതിരെ ഇത്രയും ആശങ്കയുള്ള ഗോവിന്ദനും രാജേഷും അറിയാൻ ഒന്ന് ചോദിച്ചോട്ടെ.
പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്ത ലഹരി കേസുകൾ 3910 4201 പേരെ അറസ്റ്റ് ചെയ്തു. പിടിച്ചെടുത്ത MDMA അളവ് 1932 ഗ്രാം, കഞ്ചാവ് 339 കിലോഗ്രാം. ലഹരിക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്ത രാജേഷിൻ്റെയും ഗോവിന്ദൻ്റെയും പാർട്ടി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എത്ര കിലോ കഞ്ചാവും MDMAയും പിടിച്ചെടുത്തു? ഇത്രയും കാലം കേരളം ഭരിച്ചിരുന്നത് ഏത് ആഭ്യന്തര മരവാഴയായിരുന്നുവെന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങി. ലഹരി സംഘത്തെയും മദ്യമാഫിയെയും ബാർ മുതലാളിമാരെയും അഴിഞ്ഞാടാൻ വിട്ടിട്ട് ഉറങ്ങാൻ വേറെ കള്ളു വേണമെന്ന മട്ടിൽ കഴിഞ്ഞവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം. ഇനി ഗോവിന്ദൻ്റെയും പിണറായി സർക്കാരിൻ്റെയും മറ്റൊരു മുഖം മൂടി അഴിഞ്ഞു വീണത് എങ്ങനെയാണെന്ന് നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതാണ്ട് 2.5 മാസത്തിനുള്ളിൽ LDF സർക്കാർ സംസ്ഥാനത്ത് 22 പുതിയ ബാറുകളാണ് അനുവദിച്ചിരിക്കുന്നത്. ജനുവരിയിൽ 9 എണ്ണം അനുവദിച്ചു, ഫെബ്രുവരിയിൽ 3 എണ്ണം, മാർച്ചിൽ 10 എണ്ണത്തിന് അനുമതി കൊടുത്തു. ബാറുകളുടെ പ്രവർത്തന സമയം 1 മണിക്കൂർ ദീർഘിപ്പിച്ച് തീരുമാനമെടുത്തത് വേറെ. ഇലക്ഷന് തൊട്ടു മുമ്പ് ബാർ ഉടമകൾക്ക് അനുകൂലമായി LDF സർക്കാരിൻ്റെ അതിവേഗ ഫയൽ നീക്കം UDF സർക്കാർ ഇനി അന്വേഷിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 29 ബാറുകളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. നിലവാരം കുറഞ്ഞതെല്ലാം പൂട്ടുന്നതിൻ്റെ ഭാഗമായി ബാക്കിയെല്ലാം ഉമ്മൻചാണ്ടി സർക്കാർ അടപ്പിച്ചിരുന്നു. കഴിഞ്ഞ മാസം അവസാനം വരെയുള്ള കണക്കനുസരിച്ച് ബാറുകളുടെ എണ്ണം 903 ഇതിനു പുറകെയാണ് അതിവേഗം 22 ബാറുകൾക്ക് കൂടി അനുമതി നൽകിയത്. 10 വർഷത്തിനിടയിൽ 29 നിന്നും 903 ബാറുകളാക്കി ഉയർത്തിയ കള്ള കമ്മിക്കൂട്ടം പറയുകയാണ്, ഞങ്ങൾ പൂവമ്പഴത്തിൽ നിന്നും വാറ്റാനായിരുന്നു ആലോചിച്ചതെന്ന്. കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടിമനമേ, ഇങ്ങനെ പാടിക്കൊണ്ട് ഗോവിന്ദനും രാജേഷും ഒക്കെ പോയി കിടന്നുറങ്ങുന്നതാണ് നല്ലത്. എത്രയടിച്ചാലും ഫിറ്റാകാത്ത തരത്തിൽ വലിയ മനപ്രയാസത്തിലേക്ക് നീങ്ങുകയാണ് പിണറായി സഖാവ്.